എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണുകയാണെങ്കിൽ അത് പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് എല്ലാ മെസ്സേജുകളും ഞാൻ കണ്ടിട്ടില്ല. സ്നേഹം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിന് ഒരു ആൻസർ ഇല്ല. ഒരു മഹാഭാഗ്യം, അത്രേ ഉള്ളൂ. ആളുകളുടെ ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചില്ലറക്കാരില്ല. എന്തോ ഒരു മുജ്ജന്മ സുഹൃതം കൊണ്ട് എനിക്കത് കിട്ടി. അതിന് തീർച്ചയായിട്ടും ജനങ്ങളോട് വോട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും വോട്ട് ചെയ്തവരോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും എന്നിൽ നിന്ന് പോവില്ല. അത്രമാത്രമാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. മറ്റ് കണ്ടസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അനീഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അത് ഞാൻ പറയാം. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്കായിട്ട് വരാൻ. ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആളും ആക്റ്റീവ് ആയിക്കോളും. ഇറങ്ങി കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആൻസർ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമാണ്. ഞാൻ ബിഗ് ബോസിന് മുന്നേ പുറത്തിറങ്ങുമ്പോൾ ഒരു സാധാരണക്കാരൻ തൃശ്ശൂരിൻ്റെയും അതുപോലെ എൻ്റെ നാട് കോടന്നൂരിൻ്റെയും ഒക്കെ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുന്നു, ഒരാളും തിരിച്ചറിയപ്പെടുകയോ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരുപാട് ചാനലുകൾ വരുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കുറച്ചൊരു സമയം വേണം.